ഡിയേഴ്സ്, അപ്പോൾ ഇന്ന് മുതൽ നമ്മളൊരു ഓണം സീരീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഓണം സീരീസിലെ ഫസ്റ്റ് വീഡിയോ ആണ് നമ്മുടെ പൈനാപ്പിൾ പച്ചടി. അപ്പോൾ പൈനാപ്പിൾ പച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വേഗം പോയി വീഡിയോ കണ്ടിട്ട് വന്നാലോ. അപ്പോൾ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച പൈനാപ്പിൾ ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം മധുരമുള്ള പൈനാപ്പിളാണ് ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത്. അത് അത്യാവശ്യം കുഞ്ഞു കഷ്ണമാക്കണം, ഒത്തിരി വലിയതും ആയി പോകരുത്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. അതിപ്പോൾ ഞാൻ എരിവില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ ചേർത്തത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ആദ്യം ഈ പൈനാപ്പിൾ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. മൂടി വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പൈനാപ്പിളൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് കുക്കാവണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ പച്ചടിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 മുറി തേങ്ങ ഞാൻ എടുത്തേക്കുന്നത്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ജീരകവും അതുപോലെ തന്നെ കടുകും പച്ചമുളകും കൂടെ ഇട്ടിട്ട് നല്ല രീതിയിൽ നന്നായിട്ട് പേസ്റ്റ് ആവണം. ഒട്ടും തരിതരിപ്പൊന്നും ഉണ്ടാകരുത്. അത് നമ്മൾ അരച്ചിട്ട് നമ്മൾ വേവിച്ച് വെച്ച പൈനാപ്പിളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കാം. ഇനി നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. നല്ല മധുരം ഉണ്ടെങ്കിൽ നമ്മൾ ഈ പഞ്ചസാര സ്കിപ്പ് ചെയ്യാം. ഇനി കുറച്ച് ചെറിയൊരു പുളിയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി അടിച്ചു വെച്ച തൈരും കൂടെ ചേർക്കാം. തൈര് ചേർത്തിട്ട് നമ്മൾ ഒത്തിരി തിളയ്ക്കാൻ വേണ്ടിയിട്ട് വിടണ്ട. ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി വേറൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് കടുക് പൊട്ടിക്കാം. പിന്നെ കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ മൂപ്പിച്ച് വെച്ച് നമ്മുടെ കറിയിലേക്ക് ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മധുരപ്പച്ചടി പൈനാപ്പിൾ പച്ചടി റെഡിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ഓണത്തിന് എല്ലാവരും ഉണ്ടാക്കുമ്പോൾ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നാളെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.